അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഖിയാമുർ റമളാൻ, അബ്ഗാലു സുന്നത്ത്, തയമ്മും, കറാഹത്ത്, മുസ്താമൽ, ഹറാം. 1. ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും. ഉത്തരം മുസ്താമൽ. 2. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉത്തരം കറാഹത്ത്. 3. ആദ്യത്തെ തശഹൂദ് ഓതൽ. ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ്? ഉത്തരം അബ്ഗാലു സുന്നത്ത്. 4. റമളാനിൽ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ്. ഉത്തരം ഖിയാമുർ റമളാൻ. 5. ഹൈള്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിൻ്റെ വിധി. ഉത്തരം ഹറാമ്. 6. കുളിക്കും വുളുഇനും പകരമാണ്. ഉത്തരം തയമ്മുമ്. രണ്ടാമത്തേത് ശരി അടയാളപ്പെടുത്താം. 1. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സുന്നത്ത്, വാജിബ്, കറാഹത്ത്. ഉത്തരം കറാഹത്താണ്. പല്ലിൽ അകലത്തിലും നാവിൻ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതിന് വിപരീതമായി ചെയ്താൽ അത് കറാഹത്താണ്. 2. സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ബാങ്ക്, ജമാഅത്ത്, ഇഖാമത്ത്. ഉത്തരം ബാങ്കാണ്. ബാങ്ക് സ്ത്രീകൾക്ക് സുന്നത്തില്ല. മൂന്നാമത്തേത് ഒരു മുദ് എത്രയാകുന്നു? ഓപ്ഷൻസ്: 800 മില്ലി ലിറ്റർ, 500 മില്ലി ലിറ്റർ, 100 മില്ലി ലിറ്റർ. ഇതിൽ ശരി 800 മില്ലി ലിറ്റർ ആണ്. ഒരു മുദ് എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ. ചോദ്യം 4. നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം. ഓപ്ഷൻസ്: 40 ദിവസം, 1 സെക്കൻഡ്, 1 പകൽ. കുറഞ്ഞത് 1 സെക്കൻഡ്. 5. ഖുതുബയുടെ ഫർള്. ഓപ്ഷൻസ്: അറബി ഭാഷയിൽ ആയിരിക്കൽ, ശ്രദ്ധിച്ച് കേൾക്കൽ, അള്ളാഹുവിനെ സ്തുതിക്കൽ. ശരിയായത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അത് ഖുതുബയുടെ ഫർളാണ്. ഇനി പൂർത്തിയാക്കാം. 1. നവൈതു സൗമ അദീൻ ഡാഷ് ഇല്ലാഹി താല. ഉത്തരം നവൈതു സൗമ അദീൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി താല. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2. റബ്ബി ഗഫർലി ഡാഷ് വആഫിനി. ഉത്തരം റബ്ബി ഗഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 3. അഖാമഹ ഡാഷ് അഹ്ലിഹ. ഉത്തരം അഖാമഹ അല്ലാഹു വഅദാമഹ വജഅലി മിൻ സാലിഹി അഹ്ലിഹ. 4. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി ഡാഷ്. ഉത്തരം അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബി. അതിൻ്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്വാക്ക് വായെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഒറ്റ വാക്കിൽ എഴുതാം. 1. ജംഉം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം. ഉത്തരം സുബ്ഹ് നിസ്കാരം. 2. സകാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം സകാത്തുൽ ഫിത്തർ. 3. ദീർഘയാത്ര എത്രയാകുന്നു? ഉത്തരം 133 കിലോമീറ്റർ. 4. അവസാനത്തെ അത്തഹിയാത്തിൽ ഏതിരുത്തമാണ് സുന്നത്ത്? ഉത്തരം തബറൂക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. ഇനി ഉത്തരം എഴുതാം. 1. അറഫയിൽ ഹാജർ ആവണം എപ്പോൾ? ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞ് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. 2. ഇഹ്റാം എന്നാൽ എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും.
ഇഹ്റാം എന്നാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ്. 3. ജംഉൽ തഖ്ദീം എന്നാൽ എന്ത്? ഉത്തരം അസ്ർ ളുഹറിൻ്റെയും ഇശാ മഗ്‌രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉൽ തഖ്ദീം. പിന്നെ തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കുകയും ജംഉ തഅഖീർ എന്ന് പറയുന്നത് പിന്തിക്കുന്നതിനെയുമാണ്. തഖ്ദീം എന്ന് വെച്ചാൽ ളുഹറിൻ്റെ സമയത്ത് അസ്ർ നിസ്കരിക്കുക, അത് മുന്തിച്ചുകൊണ്ട് നിസ്കരിക്കുക. മറ്റേത് പിന്തിക്കുകയാണ്, ജംഉ തഅഖീർ. 4. സകാത്ത് 2 വിധം ഏതെല്ലാം? ഉത്തരം സകാത്തുൽ ബദൻ, സകാത്തുൽ മാൽ. 5. മുഅല്ലലായ നജസ് ഏതാകുന്നു? ഉത്തരം നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഇവയെല്ലാമാണ് മുഅല്ലലായ നജസ്. ഈ മുഅല്ലൽ, മുതവസ്സിത്ത്, മുഖഫഫ് എന്നിവയുടെ മലയാളം പഠിച്ചു വെക്കുക. മുഅല്ലൽ എന്നത് കഠോരമായതും, മുതവസ്സിത്ത് എന്നാൽ മീഡിയം എന്നതും, മുഖഫഫ് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ നജസ്, നേരിയ നജസ്. അടുത്തത് വ്യക്തമാക്കാം. 1. ഹജ്ജിൻ്റെ മീഖാത്തുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം യലംലം, ദുൽ ഹുലൈഫ, ജുഹഫ, കർനുൽ മനാസിൽ, ദാത്തുൽ ഇർഖ് എന്നിവയാണ്. 2. നോമ്പ് ഹറാമായ ദിവസം. 2 പെരുന്നാൾ ദിവസം. 2 അയ്യാമു തശ്രീഖ്. 3 ശക്കിൻ്റെ ദിവസം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 3. ശർഈയായ വിധികൾ ഏതെല്ലാം? ഫസ്റ്റ് പാഠത്തിലുള്ളതാണ്. ഉത്തരം വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല്. യോജിച്ച സ്ഥാനത്ത് എഴുതാം. ബ്രാക്കറ്റിൽ വിദാഇൻ്റെ തവാഫ്, മുടി നീക്കൽ, അറഫയിൽ ഹാജരാവൽ, ജംറകളിൽ കല്ലെറിയൽ. ഇവിടെ ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ ഫർളുകളുണ്ട്. ഇത് രണ്ടും വേർതിരിച്ച് എഴുതാനാണ്. 1. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ. വിദാഇൻ്റെ തവാഫ് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. മുടി നീക്കൽ ഹജ്ജിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. അറഫയിൽ ഹാജറാവൽ ഹജ്ജിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. ജംറകളിൽ കല്ലെറിയൽ ഹജ്ജിൻ്റെ വാജിബാത്തുകളാണ്. ലാസ്റ്റത്തെ പ്രവർത്തനമാണ്. ഇവിടെ ഖുതുബയുടെ ഫർള്, ഖുതുബയുടെ ഷർത്ത്, ഖുതുബയുടെ സുന്നത്തും തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ തന്നത് വേർതിരിച്ച് എഴുതാനാണ് എടുത്തിട്ട്. 1. അറബി ഭാഷയിൽ ആയിരിക്കൽ. അത് ഖുതുബയുടെ ഷർത്താണ്. അള്ളാഹുവിനെ സ്തുതിക്കൽ, അതൊക്കെ ഖുതുബയുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് അത് ഖുതുബയുടെ ഫർളാണ്. പിന്നെ ശ്രദ്ധിച്ചു കേൾക്കൽ, അത് ഖുതുബയുടെ സുന്നത്താണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, അതെന്താണ്? അത് ഖുതുബയുടെ ഫർളാണ്. കാരണം അതും ഖുതുബയുടെ ഉള്ളിലുള്ളതാണ്. അടുത്തത് ഖതീബ് പുരുഷനായിരിക്കൽ, അത് ഷർത്താണ്. അടുത്തത് ബാങ്ക് കേൾക്കും വരെ മിമ്പറിൽ ഇരിക്കൽ, അത് ഖുതുബയുടെ സുന്നത്താണ്. ഇങ്ങനെ വേർതിരിച്ചെഴുതിയാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പ്ലസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.